അമ്മേ 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 വാതിൽ തുറക്ക്. അമ്മേ 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 വാതിൽ തുറക്കാൻ. അമ്മേ ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ്. രജനിയാണെന്ന് തോന്നുന്നു. അമ്മേ വാതിൽ തുറക്ക്. അമ്മേ അമ്മേ എന്താ മോളെ? അമ്മേ അവിടെ അവിടെ എന്താ? അമ്മ അവിടെ എന്തോ ഒരു എന്താ മോളെ? എന്താ മോളെ? എന്തു പറ്റി മോളെ? നീ ദുസ്വപ്നം വല്ലതും കണ്ടോ? അവിടെ ഞാൻ എന്താ? അവിടെ 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 എന്താ? അവിടെ മീര. നീ വല്ല സ്വപ്നവും കണ്ടതാവും. അല്ല, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ മോള് പോയി കിടക്ക്. സ്വപ്നം കണ്ടതല്ല. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞല്ലേ. ഇപ്പൊ വാതിൽ മുട്ടുന്ന ശബ്ദം വ്യക്തമായിട്ട് കേട്ടു. കാലടി ഒച്ചയും കേട്ടു. സത്യം അമ്മേ, ഇത് മീര തന്നെയാ. ആ ഭാർഗവിനെ വീട്ടിൽ കയറ്റി പോരുത്. ഓരോ അന്ധവിശ്വാസം കൊണ്ടുവരും മറ്റുള്ളവരോട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി. ഭാർഗവി എന്റെ കുറ്റം പറയണ്ടച്ചാ. ഞാൻ പറയുന്നത് സത്യമാ. നേരത്തെ ടെറസിലൊരു രൂപം കണ്ടു. പിന്നെ നന്ദന്റെ മുറിയിലും കണ്ടു. അമ്മ പറഞ്ഞു ഒക്കെ തോന്നലാന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ വ്യക്തമായിട്ട് കേട്ടു. ഇവിടെ ഏതോ ഒരു വാതിലിൽ മുട്ടി കാൽപെരുമാറ്റവും കേട്ടു. മീരയുടെ ആത്മാവ് ഈ വീട്ടിലുണ്ട്. നമുക്ക് ഈ വീട് മാറാച്ച പ്ലീസ് അച്ഛ. ഇവിടെ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് മീര സമ്മതിക്കില്ല. നമുക്ക് നോക്കാം. വേണ്ട വേണ്ട വേണ്ടച്ച, വാതിൽ തുറക്കണ്ട. മോളെ, നീ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഇതൊന്നും തോന്നലല്ല അമ്മേ. അമ്മേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു, കാതുകൊണ്ട് കേട്ടു. ഇവിടെ അവളുണ്ട്. എനിക്ക് മീരയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. മീര ഈ വീട്ടിലുണ്ട്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളില് ഇതുവരെ വിശ്വസിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞ അവർ ഞാൻ കളിയാക്കിയാലുണ്ടായിരുന്നുള്ളൂ. ഭാർഗവി ആന്റി പറഞ്ഞൊന്നു പറഞ്ഞില്ലേ, രാത്രി ഇരുമ്പ് കമ്പി വെച്ച് കിടക്കൂന്ന്. അത് കേട്ടപ്പോ സത്യത്തിൽ എനിക്ക് ചിരിയാ വന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ വിശ്വസിക്കാൻ തോന്നുവാ. ശരി, ഇതിന്റെ പേരിൽ ഇനി രാത്രി തർക്കം വേണ്ട. നേരം വെളുത്തിട്ട് ആലോചിക്കാം. പ്രഭ, താനും കൂടി മോളുടെ മുറി ചെന്ന് കിടന്നോ. ചെല്ലും കൂടെ, അമ്മയും കൂട്ടി പോ. അമ്മേ, വാ മോളെ. ചെല്ലേ. വാ വന്നേ. അമ്മേ, അമ്മ കേട്ടോ? സിദ്ധു, അവിടുന്ന് എന്തോ ശബ്ദം കേട്ടത്. അമ്മേ, പേടിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. സിദ്ധു, വേണ്ട വേണ്ട. എന്താ പ്രഭായത്?
അമ്മേ വിടും സിദ്ധു, നീ വാ വാ. അച്ഛാ, ആരാത്? ആരാന്നു? എന്താമേ? നന്ദനോ? ആ അതേമേ, ഞാനാ. ഓ, നീ എന്താ ഇവിടെ? അത് ഭയങ്കര വിശപ്പമ്മേ, അതുകൊണ്ട് ഇതിൽ ചോറെടുക്കാൻ വന്നേ. ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ. അല്ല, നിങ്ങളെല്ലാരും കൂടി എന്താ ഇവിടെ? ചേച്ചി പേടിച്ചിട്ടുണ്ടല്ലോ. നിനക്ക് ആഹാരം വേണമെങ്കിൽ എന്നോടോ ഇവളോടോ ഒന്ന് പറയാമായിരുന്നല്ലോ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടും. ആ അത് ശരി, ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയത് തെറ്റായോ? രജനി എന്തൊക്കെയോ കണ്ട് തെറ്റിദ്ധരിച്ച് പേടിച്ചതാ. അടുക്കളയിൽ ശബ്ദം കേട്ടപ്പോ ഞാനും ഒന്ന് സംശയിച്ചു. അല്ല, ചേച്ചി എന്താ തെറ്റിദ്ധരിച്ച് പേടിച്ചത്? ആ ഭാർഗവി എന്തൊക്കെയോ വന്ന് പറഞ്ഞു, ആത്മാവിനെ കണ്ടെന്നോ മീരെ പോലെ ഇരിക്കുന്നൊക്കെ. ഡാ, ഞാൻ ടെറസിൽ നിന്നപ്പോ ഒരു രൂപം കണ്ടു. അവിടെ നിന്റെ മുറിയിലും കണ്ടു. ആ കാണും. ഒരാൾ ഒന്ന് പറഞ്ഞു തുടങ്ങിയ ലോകത്തിലുള്ള എല്ലാവരും ഓരോന്നോരോന്നിനി കാണും. ആത്മാവ് ചിലം കേട്ട് നടക്കുന്നവര്, ചുണ്ണാമ്പ് ചോദിച്ചുകൊണ്ട് നടക്കുന്നവരെയും കാണും. ചേച്ചി പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇപ്പൊ സമാധാനമായല്ലോ. ഇപ്പൊ നമ്മൾ അടുക്കളയിൽ കേട്ട ശബ്ദം എന്താണെന്ന് നോക്കാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ അടുക്കളയില് ആത്മാവ് വന്നു എന്ന് പലരോടും പറയും. ആ നിങ്ങൾ വയ്ക്കോ, ഞാൻ റൂമിൽ ചെന്നിട്ടേ സമാധാനമായിട്ടൊന്ന് കഴിക്കട്ടെ. അല്ല നന്ദ, ഡാ നന്ദ, നീ ഇതെന്തിനാ റൂമിൽ കൊണ്ടുപോകുന്നത്? ഞാൻ റൂമിൽ പോയിരുന്നു കഴിച്ചോളാം. ഓ വിശന്നിട്ട് വയ്യ. ചെന്നിടന്ന് ഉറങ്ങും മോളെ. പക്ഷേ ഞാൻ ടെറസിൽ കണ്ട രൂപം. എന്ത് ടെറസിൽ കണ്ടു? നീ പോയി കിടന്ന് ഉറങ്ങിക്കേ. പ്രഭ ചെല്ലേ. വാ മോളെ. അമ്മേ, ആരുമില്ല, വാ. ഞാൻ പേടിച്ച് വരച്ച് നിൽക്കുമായിരുന്നു നന്ദു. ദേവി ഇനി മുതൽ പേടിക്കേ വേണ്ട. പേടിച്ച് വരയ്ക്കുന്നതൊക്കെ ഇനി അങ്ങോട്ട് ചേച്ചിയും അമ്മയൊക്കെ ആയിരിക്കും. സത്യത്തില് നീ ഇപ്പോ ദേവിയല്ല, ആത്മാവാ. ആ മീരയുടെ ആത്മാവ്. നന്ദു എന്താ ഈ പറയുന്നേ? ദേവി ഈ വീട്ടിലേക്ക് വന്നതും ഒളിച്ച് ഈ വീട്ടിൽ കഴിയുന്നതും മീരയുടെ ആത്മാവുമായി ബന്ധപ്പെടുത്തിയ ചേച്ചിയും കുറച്ചൊക്കെ അമ്മയും കാണുന്നത്. സത്യത്തിൽ നമ്മുടെ റിസ്ക് പകുതി കുറഞ്ഞു. നന്ദു, എല്ലാം നമുക്ക് തുറന്നു പറയാം. ഇതിനകത്തിങ്ങനെ അടച്ചിരുന്ന് എത്ര ദിവസം എന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുന്നേ? എത്ര ദിവസമാണോ അകത്തിരിക്കാൻ സാധിക്കുന്നത് അത്രയും ദിവസം നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ.
ദേവി, തമ്മിൽ കാണാൻ പറ്റില്ലെന്ന അവസ്ഥയിൽ നിന്നാ നമ്മള് പരസ്പരം കണ്ടെത്തിയത്. ഇനി എന്തെങ്കിലും ഒരു അബദ്ധം കാണിച്ച് അകന്നു പോകാൻ പാടില്ല. ചേച്ചിയും അമ്മയും ഒന്നും തൽക്കാലം ഒന്നും അറിയാൻ വേണ്ട. ഓക്കെ, വാ ഭക്ഷണം കഴിക്ക. വാ. ചേച്ചിയുടെ ഒരു കാര്യം, ആരാ അത്? അച്ഛനാടാ. ആ, വാച്ച. അച്ഛാ, എന്റെ മോള് ഒരുപാട് അനുഭവിച്ചു അല്ലേ? സാരമില്ല, ജീവിതം ഇങ്ങനെയൊക്കെയാ. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അറിയാ അച്ഛാ, എത്രയൊക്കെ പരീക്ഷിച്ചാലും ദൈവം എന്നെ കൈവിടില്ല. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് അച്ഛനും വിഷമിക്കരുത്, എല്ലാം നേരെയാവും. കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. അച്ഛാ, ഇങ്ങനെ മുറിയിൽ ഒളിച്ചിരിക്കുന്നത് ദേവിക്കൊരു വിഷമം. എല്ലാം തുറന്നു പറയാമോന്നാ ദേവി ചോദിക്കുന്നത്. അരുത്, ഇപ്പൊ അബദ്ധമൊന്നും കാണിക്കണ്ട. പ്രഭയോ എന്തിന് രജനി പോലും ഇതൊന്നും അറിയണ്ട. ഇവനോട് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. മോൾക്ക് കുറ്റബോധമോ പേടിയോ ഒന്നും വേണ്ട. തൽക്കാലം മോളാരും കണ്ടെത്താൻ പാടില്ല. കരുതലോടെ കഴിയണം. ജീവിതം തിരിച്ചു പിടിക്കാൻ ഇങ്ങനെയൊക്കെ വേണ്ടി വരുമെന്ന് മാത്രം കരുതുക. മോളെ, നമ്മളിപ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുക. നമ്മുടേതെന്ന് കരുതുന്ന പലതും നഷ്ടപ്പെട്ടു തുടങ്ങി. സഹായിക്കാൻ ആരുമില്ല. നമുക്കിനി നമ്മൾ മാത്രമേ ഉള്ളൂ മോളെ. നമുക്ക് നമ്മൾ മതി. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന എല്ലാം നമ്മുടെ വഴിക്ക് വരും. അതുകൊണ്ട് മോള് തൽക്കാലം ശരിതെറ്റുകൾ ആലോചിച്ച് വിഷമിക്കണ്ട. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല. മോളിവിടെ ഉള്ളത് രജനി അറിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും തൽക്കാലം രജനി അറിയണ്ട. അബദ്ധത്തിൽ രജനി മോളുടെ പേര് വിളിക്കുകയോ എന്തെങ്കിലും സൂചിപ്പിക്കുകയോ ചെയ്താൽ പ്രഭയ്ക്ക് അത് സംശയമാവും. ഇല്ലച്ച, അച്ഛൻ പറയുന്നതാ ശരി. കേസ് അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടമാവുന്നത് വരെ ഈ രീതി തന്നെ മുന്നോട്ട് പോവാം. ഒന്നിന് പിറകെ ഒന്നൊന്നായി ഓരോ പരീക്ഷണങ്ങൾ കൂടിയാ മോളെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മോള് തളർന്നു പോകരുത്. നന്ദനും മോൾക്കും നിങ്ങളുടേതായ ലോകം കിട്ടിയെന്ന് കരുതിയാൽ മതി. കുറച്ചൊക്കെ ആശ്വാസം കിട്ടും. ഞാനിനി അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല. ഗുഡ് നൈറ്റ്.
കഴിക്കണ്ടേ? വാ. ഏയ് കഴിക്ക്. കഴിക്കാൻ ഒരു മൂടില്ല. മൂടെന്തിനാ? വിശപ്പ് പോരെ? ഒന്ന് പോകുന്നുണ്ടോ? എന്താ പിന്നെ കഴിക്കണ്ട, അടച്ചു വെച്ചേക്കല്ലേ? ആ. എന്താ? ആ ആ അമ്പടി കള്ളി. അപ്പൊ ഞാൻ വാരിത്തരാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞല്ലേ മൂടില്ലാന്ന്? അതെ. എന്താ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ആഹാരത്തിന് ഇത്രയും രുചിയുണ്ടെന്ന് ഇപ്പോഴാ അറിയുന്നേ. ഇതേ എന്റെ കൈതോട്ടന്റെ രുചിയാ, എന്റെ സ്നേഹത്തിന്റെ രുചി. സത്യായിരിക്കും. ഉരുകിയ മനമിനി തഴുകാം, മിഴികളിൽ ഒരു ചിരി എഴുതാം, വഴികളിൽ തണൽ മരമാകാം. ഇരുകോണിൽ നിന്നും ഇല പോലെ നമ്മൾ തെളിനീരിൽ മിന്നേ, അലകളിൽ ഒഴുകി വന്നിനി അരികെ. ഒരു മൊഴി പറയാം, ഉരുകിയ മനമിനി തഴുകാം, മിഴികളിൽ ഒരു ചിരി എഴുതാം, വഴികളിൽ തണൽ മരമാകാം. അങ്ങോട്ട് നോക്കി. ഞാൻ ഇറങ്ങാം. ശരി മോനെ. അമ്മേ, ഇത് സിദ്ധാർത്ഥ സാറ്. സാറ് എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിയാണോ? ഇങ്ങോട്ട് തന്നെ വന്നതാ. ഗിരി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ? ആ. തിരക്കിനിടയിൽ ഞാനൊരു ബുദ്ധിമുട്ടായോ? ഏയ്, എന്താ സാർ അങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം അവിടെ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല. സാർ വരണം, അകത്തേക്ക് ഇരിക്കാം. സാരമില്ല. സാറാകെ വല്ലാതിരിക്കുന്നു. എന്താ കാര്യം? സത്യം പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. വാക്കുകളൊന്നും അങ്ങോട്ട് വരുന്നില്ല. അയ്യോ സാർ, ഞങ്ങളൊക്കെ സാറിന്റെ കൂടെ നിൽക്കുന്നവരല്ലേ. ഞങ്ങളോട് എന്തു പറയുന്നതിനും സാറിനൊരു മടിയും വേണ്ട.
ഇനി അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ചാണെങ്കിൽ സാർ ഒട്ടും വിഷമിക്കരുത്. സത്യം പുറത്തു വരെ തന്നെ ചെയ്യും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.